നമ്മുടെ ലൈഫിൽ നമ്മൾ തീർച്ചയായും വാല്യൂ ചെയ്യേണ്ട, റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് ആളുകളുണ്ട്. ആരാന്നറിയോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. ആ ആളുകൾ ചിലപ്പോൾ നമ്മളോട് പറയുന്നില്ല അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും. ചിലപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പറയുന്ന ആളുകൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. പക്ഷെ പറയാത്ത ചില ആളുകളുണ്ടാവും. വൺസ് നമ്മൾ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ വാല്യൂ ചെയ്യണം. അവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കണം. സി, നിങ്ങൾ നിങ്ങളുടെ തന്നെ ലൈഫ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കും, ഗ്രാൻഡ് പാരന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ സിബ്ലിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് നിങ്ങളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയിൽ അയാൾ എത്തണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് അല്ല അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്ത് എല്ലാ മനുഷ്യരും സെൽഫിഷ് ആകുന്ന ഒരു പോയിന്റാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. 99.9% ആളുകളും ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് കൂടുതൽ സെൽഫിഷ് ആവുക. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ മാത്രമുള്ള ഓർമ്മ ആ സമയത്ത് വരുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കാര്യം മാത്രം മതി എന്നൊരു തോട്ടിലാണ് നമ്മൾ പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാള് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവരൊന്നും രക്ഷപ്പെടരുത്, ആ ഒരു തോട്ടിലൊന്നും ആവില്ല. പക്ഷെ ആ ഒരു പ്രാർത്ഥനയിൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമുക്ക് അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങളും പ്രാർത്ഥിക്കും. അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ പാരന്റ്സ്, സിബ്ലിങ്സ്, ലൈക്ക് ചിൽഡ്രൻസ്, അങ്ങനത്തെ കോമൺ കാറ്റഗറിയിൽ വരുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കാറ്റഗറിയിൽ ആ ആളും വന്നതുകൊണ്ടാണ്. അയാൾ നമ്മളെ ഫാമിലി ആകണമെന്നില്ല, റിലേറ്റീവ് ആകണമെന്നില്ല, നമ്മളെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളാകാം, അല്ലെങ്കിൽ നമുക്ക് ഒരിഷ്ടം തോന്നിയ ഒരാളാകാം. അയാളുടെ ലൈഫിൽ രക്ഷപ്പെടണം, അയാൾ സന്തോഷമായി ജീവിക്കണം എന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരാളാകാം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇല്ലാന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവില്ലേ? സത്യം പറഞ്ഞാല് നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് അയാളുടെ ബ്യൂട്ടിയാണ്. ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ. മറ്റൊരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളിൽ കാണുന്നൊരു ഭംഗിയാണത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് അയാളും രക്ഷപ്പെടണം, അയാൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ലൊരു ജീവിതം, സത്യസന്ധമായ ഒരു ജീവിതം അയാൾക്ക് കിട്ടണം എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ഓരോ തവണയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്യൂട്ടി അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കേൾക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഓ പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാന്ന്. പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആളുകളിൽ എത്ര പേര് ശരിക്കും പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? ഒന്നാലോചിച്ചോക്കെ. അതായത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്ത് ഓ പ്രാർത്ഥിക്കാം, ഞാൻ എന്തായാലും ദുആ ചെയ്യും എന്ന് പറയുന്ന ആളുകൾ, പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരിൽ എത്ര പേര് യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന നിറവേറ്റുന്നുണ്ട്? ആ കൊടുത്ത വാക്ക് എത്ര പേര് പാലിക്കുന്നുണ്ട്? അത് നമ്മൾ എന്താ പറയുക, മനഃപൂർവ്വം പ്രാർത്ഥിക്കാതെ ആവുന്നല്ല. നമ്മൾ ആ ഒരു സമയത്ത് ഓക്കെ അവർ പറയുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ നമ്മുടേതായ തിരക്കിലാവുന്ന സമയത്ത് ചിലപ്പോൾ വിട്ടുപോകുന്നു. പക്ഷെ ആ തിരക്കിൽ വിട്ടുപോകാതെ സമയം കണ്ടെത്തി പറഞ്ഞ വാക്ക് പാലിക്കുന്ന കുറച്ച് ആളുകളും ഈ ദുനിയാവിലുണ്ട്. പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന നടപ്പിലാക്കിയ വളരെ കുറച്ച് പേര്. ഇനി പറ, ആ ആളുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ നമ്മുടെ ലൈഫിലല്ലേ? സ്പെഷ്യൽ ബ്യൂട്ടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ ആളുകൾ ഞാൻ പറഞ്ഞില്ല, ലൈക്ക് അവരൊന്നും ഒരിക്കലും നമ്മളോട് പറയുന്നില്ല നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പറയുന്ന ആളുകളും ഉണ്ട്, യെസ് ഓഫ് കോഴ്സ്. പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെ എല്ലാവരെയും നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല, നമ്മളോടൊന്നും പറയുന്നില്ല. പക്ഷെ വൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ആൾക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കണം. എടാ, നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നമ്മളും നന്നാവണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം, സക്സസ് ആകണം, ഒരു നല്ല ജീവിതം നമുക്കും വേണമെന്ന്
നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരാളും ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെങ്ങനെയാവും കാണുന്നുണ്ടാവുക? അതൊരു വല്ലാത്തൊരു വലിയ കാര്യം തന്നെയല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും, ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, നിങ്ങൾ ചിലപ്പം ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നാകണം എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ ലൈഫിൽ കണ്ടെത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അയാൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ ലോകത്ത് വളരെ ചുരുക്കം ചില മനുഷ്യർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു വല്ലാത്ത ഭംഗി. അതുപോലെ നിങ്ങളും ഇനി മുതൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം പ്രാർത്ഥനയിൽ പറ്റുന്ന ആളുകളെ ഉൾപ്പെടുത്തുക. കാരണം നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എവിടെയെങ്കിലൊക്കെ സംഭവിക്കും. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ മാത്രമല്ല, പക്ഷെ എങ്കിൽ പോലെടാ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അപൂർവം ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. പടച്ചവൻ അനുഗ്രഹിച്ച ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു കാര്യം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. പിന്നെ ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് വേണ്ടി എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ, അത് ആലോചിക്കുമ്പോൾ ചില പേരുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവൂലേ? രസമല്ലേ?